പാട്ടും ഊത്തും 5811 എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. എല്ലാവർക്കും ബിസ്ക്കറ്റ് ഇഷ്ടമാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണത്. ആര് വന്നാലും ബിസ്ക്കറ്റും ഈ ചായയിൽ കൂട്ടുന്നത് ചായ് ബിസ്ക്കറ്റ് തന്നെ പേരിലെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ച് പറയാനാണ് കൂടുതൽ. കാരണം ഈ ബിസ്ക്കറ്റ് കൂടുതൽ കഴിക്കുന്ന കുട്ടികൾക്ക് കഫക്കെട്ട് വിടില്ല, മാറും. അതിൻ്റെ പ്രധാന വില്ലൻ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മൈദ ഉപയോഗിച്ചിട്ടാണ്. എല്ലാ ബേക്കറി സാധനങ്ങളും മൈദയാണ്. അപ്പോൾ ശരിക്കും അതിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ ചില ബിസ്ക്കറ്റുകളൊക്കെ 100% വീറ്റ് എന്നൊക്കെ കാണും. പക്ഷെ ഗോതമ്പ് ഉണ്ടാക്കിയ സാധനമല്ലേ, അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വാങ്ങും. പക്ഷെ അവിടെ അത് റിഫൈൻഡ് വീറ്റാണ്. റിഫൈൻഡ് വീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൈദ. മൈദ പല പേരിലാണ്. അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞ സാധനം, ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റാത്ത വെജിറ്റബിൾ ഡാൽഡ ട്രാൻസ് ഫാറ്റാണ്. ഇത് ശരിക്കും ട്രാൻസ് ഫാറ്റ് ഉണ്ടാക്കുന്നത് ഈ കോട്ടൺ സീഡ് ഓയിലിൽ നിന്നൊക്കെ റിഫൈൻ ചെയ്തിട്ടാണ് ഈ ഡാൽഡയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ശരീരത്തിന് ദഹിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദഹിക്കാതെ ഈ സാധനങ്ങൾ ശരീരത്തിൽ കിടന്നിട്ടാണ് കുട്ടികൾക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ കേക്കുകൾ, പ്രത്യേകിച്ച് ചെറിയ ചെറിയ കേക്കുകളുണ്ടല്ലോ, കപ്പ് കേക്ക്, അതുപോലുള്ള നീളത്തിലുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ട്രാൻസ് ഫാറ്റ് ഉപയോഗിച്ചിട്ടാണ്, ഡാൽഡ. എപ്പോഴെങ്കിലും കഴിക്കുന്നില്ല, സ്ഥിരമായിട്ട് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അപകടം ക്ഷണിച്ച് കഴിക്കും എന്നുള്ള കാര്യത്തിന് ശതമാനം ഉറപ്പാണ്. ഇതിൽ തന്നെ വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, വളരെ ലെൻസ് വെച്ച് വായിക്കാനേ പറ്റുള്ളൂ. എന്താ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാം? റിഫൈൻഡ് വീറ്റ് ഫ്ലോർ, അതായത് മൈദ ബ്രാക്കറ്റിലുണ്ട്. റിഫൈൻഡ് പാം ഓയിൽ ശരീരത്തിന് അത്ര നല്ല സാധനമൊന്നുമല്ല. ഷുഗർ, കാഷ്യൂനട്ടിൻ്റെ ചിത്രമാണല്ലോ ഇതിലുള്ളത്. എത്രയാണെന്ന് അറിയോ? 1.8%. എത്ര കുറവാന്ന് നോക്കി. പക്ഷെ അതിൻ്റെ ചിത്രത്തിലൊക്കെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ കണ്ടാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മാത്രമാണ് അതിലെന്ന് വിചാരിക്കും. പിന്നെ ഇൻവർ ഷുഗർ സിറപ്പ്, മിൽക്ക് സോളിഡ്സ്, ബട്ടർ 0.6%, റേസിംഗ് ഏജൻസ്, പിന്നെ അയഡൈസ്ഡ് സോൾട്ട്, എമൽസിഫയേഴ്സ്, പിന്നെ ഫ്ലേവറിങ് ഏജൻറ്റ്, ആർട്ടിഫിഷ്യൽ സാധനങ്ങളാണ്. മിൽക്ക് ആൻഡ് വാനിലേൻ്റെ എസൻസുകളെ ചേർക്കുന്നത്, പിന്നെ ഫ്ലേവറിങ് സബ്സ്റ്റൻസ്. അപ്പോൾ അതാണ് ഒരു ബിസ്ക്കറ്റ്. നമ്മൾ എണ്ണയില്ലാത്ത സാധനമാണെന്ന് വിചാരിച്ചിട്ട് ബിസ്ക്കറ്റ് ചിലപ്പോൾ കഴിക്കും. ഒരു ബിസ്ക്കറ്റ് ഒരു പേപ്പറിലൊന്ന് പിടിച്ചു നോക്കി കുറച്ച് നേരം, അപ്പോൾ എണ്ണ ഇന്നിങ്ങനെ പേപ്പറിലേക്ക് വരുന്നത് കാണാം. അപ്പോൾ എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് വെച്ചാൽ ഈ ബിസ്ക്കറ്റുകൾ പരമാവധി ഉപയോഗം കുറയ്ക്കുക. അതുവഴി തന്നെ കുട്ടികളിലെ കഫക്കെട്ട് നന്നായി മാറും എന്നുള്ളത് എൻ്റെ അനുഭവത്തിലുള്ള, ഞാൻ റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന നിലയിൽ പല ആളുകളോട് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ചെയ്തിട്ട് എൻ്റെ അനുഭവത്തിലുള്ളതാണ്. അപ്പോൾ പരമാവധി നമ്മൾ ഈ ബിസ്ക്കറ്റ് സ്ഥിരം കഴിക്കുന്ന സ്വഭാവമുണ്ട്. ചില കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ തന്നെ കട്ടൻ ചായയും 4-5 ബിസ്ക്കറ്റും. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ വേറെ ഒരു സാധനം കിട്ടാത്ത സമയത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ബിസ്ക്കറ്റ് കഴിച്ചു എന്ന് കരുതിയോണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായിട്ട് കഴിച്ചാൽ ഈ ട്രാൻസ് ഫാറ്റ് ശരീരത്തിൽ അടിയുകയും അത് കഫക്കെട്ടിന് കാരണമാകുകയും ചെയ്യും എന്നുള്ള വിവരം എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ബേക്കറി സാധനങ്ങളുടെ മൊത്തത്തിലുള്ള ഉപയോഗം തന്നെ പരമാവധി കുറയ്ക്കുക. എപ്പോഴെങ്കിലും ഉപയോഗിക്കുക എന്നല്ലാതെ പരമാവധി കുറയ്ക്കുക. ഇനി മഞ്ച് പോലുള്ള സാധനങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യാം. അപ്പോൾ ഇത് പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.